ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ നാം ഇപ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയും ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ജീവൻ പ്രത്യക്ഷമായി എന്നും ആ പ്രത്യക്ഷമായ ജീവനെ നാം അനുഭവിക്കണം, ലൈഫ് മാനിഫെസ്റ്റഡ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മാനിഫെസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലൈഫ് എക്സ്പീരിയൻസ്ഡ്, നമ്മളത് അനുഭവിക്കണം. മൂന്നാമത് ലൈഫ് ഷെയർഡ്. ഈ 3 കാര്യങ്ങളാണ് ആ 4 വാക്യങ്ങളിൽ ആദ്യം നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. പിടികിട്ടിയല്ലോ? ഒന്നാമത് ജീവൻ പ്രത്യക്ഷമായി, രണ്ടാമത് ജീവൻ അനുഭവിച്ചതിന് ശേഷം മൂന്നാമത് ജീവൻ പങ്കുവച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജീവൻ പ്രത്യക്ഷമായതിനെക്കുറിച്ചാണ്. ജീവൻ പ്രത്യക്ഷമായി. ആ 4 വാക്യങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ആദ്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം എങ്ങനെയാണ് ജീവൻ അനുഭവിക്കേണ്ടതെന്നുള്ളതിലേക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പോകാം. ലൈഫ് എക്സ്പീരിയൻസ്ഡ് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. പ്രത്യക്ഷമായ ജീവൻ അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യം നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ഈ 4 വാക്യങ്ങളാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യങ്ങളിൽ ജീവൻ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ തൃത്വത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ജീവൻ പ്രത്യക്ഷമായി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ യേശു പ്രത്യക്ഷമായി എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. അവിടെ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു ഒരു ഭൂതമല്ല. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗ്നോസ്റ്റിക്സ് പറഞ്ഞ കാര്യമൊക്കെ പഠിച്ചത് ഓർക്കുന്നവർ, ജ്ഞാനവാദികൾ പറഞ്ഞതുപോലെ യേശു ഒരു ഭൂതമല്ല, ഒരു അനുഭൂതിയല്ല, ഒരു 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 കാണാൻ കഴിയാത്തൊരു സാധനമല്ല. നമുക്ക് കാണാത്ത കാര്യത്തിൽ പ്രത്യക്ഷമായി മാനിഫെസ്റ്റഡ്, പ്രത്യക്ഷമായ എന്നുള്ളത് പല പ്രാവശ്യം യോഹന്നാൻ ഉപയോഗിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുക. അതിൻ്റെ അർത്ഥം ഇത് രഹസ്യമല്ല, നമുക്ക് എല്ലാവർക്കും കാണത്തക്ക തരത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രപഞ്ചത്തിൽ അവൻ പ്രത്യക്ഷനാണ്, വചനത്തിൽ അവൻ പ്രത്യക്ഷമാണ്, എന്നാൽ പുത്രനായ യേശുക്രിസ്തുവിലാണ് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ പ്രത്യക്ഷത നാം കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് വായിച്ച ആദ്യത്തെ 3 വാക്യങ്ങളെങ്കിലും ജീവൻ എന്നുള്ളിടത്ത് യേശു എന്ന് വെച്ചൊന്ന് വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അവിടെ ജീവൻ പ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ യേശു പ്രത്യക്ഷമായി, അങ്ങനെ വായിച്ചാൽ ഇപ്പോൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അങ്ങനെ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ യേശുവിനെ സംബന്ധിച്ച് യേശു പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ യേശുവിനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ആ ജീവൻ എന്ന് പറഞ്ഞത് യേശു ആണ് എന്ന് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുമ്പോഴാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുവാനായിട്ട് കഴിയുന്നത്. യേശു പ്രത്യക്ഷമായി, യേശു പിതാവിനോട് കൂടെ ഇരുന്ന് നമുക്ക് പ്രത്യക്ഷമായി. പിതാവും പുത്രനും തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ട യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടായി, അല്ലാതെ ഒരു ആശയം കേൾക്കുകയല്ല ചെയ്തതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ പലരും ഈ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, സഭകളിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കേട്ടറിവാണ്. ആരെങ്കിലുമൊക്കെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തി സുവിശേഷം ആരോ നമ്മളോട് പറഞ്ഞു, എന്നിട്ട് യേശുവിനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടായി, അതിന് പരിഹാരത്തിനായിട്ട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങളോട് ഇനി സഭയിൽ പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ കൊണ്ട് അനുഭവങ്ങൾ പറയിപ്പിക്കുകയാണെങ്കിൽ അവർ പറയും ഞങ്ങൾ കടത്തിലായിരുന്നു, രോഗത്തിലായിരുന്നു, മദ്യപാനത്തിലായിരുന്നു,
രാഷ്ട്രീയത്തിലായിരുന്നു. അവിടുന്നൊക്കെ ഇതിലേക്ക് വന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ യോഹന്നാൻ പറയുന്നത്, എനിക്ക് യേശുവുമായിട്ടുള്ള ബന്ധം ഒരു മത അനുഭവമല്ല, അതൊരു ചടങ്ങല്ല, അത് ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല, അല്ലെങ്കിൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതല്ല, ഞാൻ മുഖാമുഖമായിട്ട് യേശുവിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കണ്ടു, കേട്ടു, അനുഭവിച്ചു. 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാൽ, ജീവൻ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷമായി, എന്നിട്ട് എന്ത് ചെയ്തു? യേശു പ്രത്യക്ഷമായി, ഞങ്ങൾ കണ്ടു. കണ്ടോ, ഞങ്ങൾ കണ്ടു, സാക്ഷീകരിച്ചു. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സാക്ഷീകരിക്കുന്നത്. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ യേശുവിനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. അപ്പൊ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ വായിച്ചറിഞ്ഞതോ പറഞ്ഞു കേട്ടതോ ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനിൽ കൂടി കിട്ടിയ കാര്യം അല്ല. ഞങ്ങൾ തന്നെ നേരിട്ട് അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു, അവനോട് സംസാരിച്ചു, അവൻ്റെ വചനങ്ങൾ ഞങ്ങളെ സ്പർശിച്ചു. എനിക്കൊരു കാര്യം ഇവിടെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു ഫ്ലാഷ് ബാക്ക് കൊടുക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ പുസ്തകം അല്ല 1-ാമത്തെ ലേഖനം. യോഹന്നാൻ 1-ാമത് എഴുതിയത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. ആ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പരിശോധിച്ചാൽ, യേശുവിനെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഏത് പുസ്തകം വായിക്കണമെന്ന്? യോഹന്നാൻ്റെ സുവിശേഷം വായിക്കണമെന്ന് പറയും. സുവിശേഷം എന്ന് പൊതുവെ പറയും, പ്രത്യേകിച്ച് യോഹന്നാൻ. അതെ, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ തൻ്റെ സുവിശേഷം വഴി പല ആളുകൾ യേശുവിനെ വ്യക്തിപരമായി പരിചയിച്ചത് അല്ലെങ്കിൽ അനുഭവിച്ചതാണ് ആദ്യം നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയട്ടെ. 1-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവിടെ അന്ത്രയാസും യോഹന്നാനും അവർ രണ്ടുപേരും, യോഹന്നാൻ്റെ പേരവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല എഴുത്തുകാരനായതുകൊണ്ട്, അവർ രണ്ടുപേരും യോഹന്നാൻ സ്നാപകൻ്റെ പിന്നാലെ പോകുമ്പോൾ, സ്നാപക യോഹന്നാനാണ് യേശുവിനെ കണ്ടിട്ട്, കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവർക്കൊരാഗ്രഹം, അവർ യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 1:39 അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിനായിട്ട് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. വായിച്ചാട്ടെ. അവൻ അവരോട് വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അതിന്റെ മുകളിലത്തെ വാക്യം, യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താ? നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചാൽ, വി വോണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് യു. നിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുമോ? ഞങ്ങൾ എവിടെയാണ് നീ താമസിക്കുന്നത് പറഞ്ഞാൽ അങ്ങോട്ട് വരാം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 39-ാം വാക്യത്തിൽ അവൻ അവരോട് വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. അടുത്ത ലൈൻ, അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. കണ്ടോ? സ്പെൻഡ് എ ഡേ, ഒരു ദിവസം കർത്താവിൻ്റെ കൂടെ ചെലവഴിച്ചു. അത് 10 മണി നേരമായിരുന്നെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ 10 മണി മുതൽ എനിക്ക് തോന്നുന്നത് അന്ന് രാത്രി വരെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെയോ യേശുവിൻ്റെ കൂടെ ചെലവഴിച്ച ഒരു വ്യക്തിപരമായ ബന്ധം യോഹന്നാനും അന്ത്രയോസിനും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ താഴോട്ട് വായിക്കുകയാണെങ്കിൽ, അന്ത്രയാസ് ചെന്ന് ശിമോനെ കൂട്ടിക്കൊണ്ട് വന്നു, യോഹന്നാൻ ചെന്ന് യാക്കോബിനെ കൂട്ടിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് യേശു ഫിലിപ്പോസിനെ വിളിക്കുന്നു, ഫിലിപ്പോസ് നഥനയേലിനെ കൊണ്ടുവരുന്നു. അങ്ങനെ മുമ്പോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ്, 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീ, 5-ാം അധ്യായത്തിൽ ബെഥെസ്ദ കുളക്കരയിൽ കിടന്നയാൾ, 8-ാം അധ്യായത്തിൽ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീ, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടൻ, 11-ാം അധ്യായത്തിൽ ലാസർ സഹോദരിമാർ, അങ്ങനെ 12-ാം അധ്യായത്തിൽ യവനന്മാർ. ഇങ്ങനെ ഒരു വൻ നിര. അത് യോഹന്നാൻ പറഞ്ഞതാ. ഇനി മറ്റ് സുവിശേഷങ്ങൾ നോക്കിയാൽ സക്കായി, ലേവി, ഇങ്ങനെ എത്രയോ പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. ഇവരൊക്കെ വ്യക്തിപരമായി യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടു. ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു, ആ ആളുമായിട്ട് നമുക്കൊരു വ്യക്തിബന്ധം, എ പേഴ്സണൽ എൻകൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ചിലർ പറയാറുണ്ട്, യോഹന്നാൻ ഭയങ്കര ഭാഗ്യവാനായിരുന്നു, കാരണം യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ യോഹന്നാന് ജീവിക്കാൻ പറ്റിയല്ലോ. നമ്മളെത്ര മോശക്കാർ. നമ്മൾ 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഐ എം ബോൺ ടു ലേറ്റ്, ഞങ്ങൾ താമസിച്ച് ജനിച്ചു പോയി, ഞങ്ങൾ അന്ന് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ യോഹന്നാൻ്റെ കാലത്ത് ആയിരുന്നെങ്കിൽ ഞങ്ങൾ യേശുവിനെ തൊട്ടേനെ എന്നൊക്കെ. അപ്പോൾ നമുക്ക് യേശുവിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലെന്ന് അതിൻ്റെ അർത്ഥം. ആ യേശു ഇന്നും ഉണ്ട്. നമ്മുടെ യേശു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. ഒന്നാമത്. രണ്ടാമത്, ഇതൊരു ഫിസിക്കൽ നിയർനെസ്സിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കണ്ടു, തൊട്ടു, കേട്ടു, അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ
നമ്മളുടെ ചിന്തയിലേക്ക് ഈ മെറ്റീരിയലായിട്ടുള്ള ഒരു കാണലിനെക്കുറിച്ചും ഒരു സ്പർശനത്തെക്കുറിച്ചും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഒരു ഭൗതിക ലോകത്തിലാണ്. നമ്മുടെ ചിന്തകളെല്ലാം അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ സ്വർഗത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ ഇവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മളെല്ലാം ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത് കൊണ്ട് കണ്ടെന്ന് പറഞ്ഞാലും കേട്ടെന്ന് പറഞ്ഞാലും തൊട്ടെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ഫിസിക്കലാണ് ഇതെല്ലാം. എന്നാൽ ദൈവവചനം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊരു ഫിസിക്കൽ അല്ല, ഒരു സ്പിരിച്വൽ നിയർനെസ് ആണ്. ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ റിയാലിറ്റി നമ്മുടെ ആത്മാവാണ്. സ്പിരിച്വലി ഐ എം നിയർ ടു ജീസസ്. എനിക്ക് യേശുവിനോട് ആത്മാവിൽ അടുക്കാൻ സാധിക്കും. കാരണം അവന് പണ്ടത്തെ പോലെ ഒരു ശരീരബന്ധിതമായിട്ടൊരു സ്ഥലത്തിരിക്കുകയല്ല. അവൻ പലസ്തീനിൽ മാത്രമല്ല, അവനിന്ന് സർവ്വവ്യാപിയാണ്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവന് യാതൊരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. നമ്മൾ പഠിച്ച ഇതിനു മുമ്പുള്ള ലേഖനത്തിലുണ്ടായിരുന്നു 1 പത്രോസ് 1:8. നിങ്ങളവനെ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങളവനെ സ്നേഹിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? കാണാതെ തന്നെ യു ഹാവ് കമ്മിറ്റഡ് യുവർ സെൽഫ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ജീസസ്. നിങ്ങൾ നിങ്ങളെ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അവനാണ് നിങ്ങളുടെ രക്ഷകൻ, അവനാണ് നിങ്ങളുടെ നാഥൻ എന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ആത്മാവിലൊരു ബന്ധം വരണം. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായി ശാരീരികമായിട്ടല്ല, ആത്മാവിൽ ഒരു ബന്ധം ഉണ്ടാകണം. അങ്ങനെ ആ ബന്ധം ഉണ്ടാകുമ്പോൾ അത് റിയലാണ്, അത് എക്സൈറ്റിംഗ് ആണ്. അത് മറ്റുള്ളവരോട് പറയാനായിട്ട്, പങ്കുവെക്കാനായിട്ട് ആദ്യം അനുഭവിക്കും, പിന്നീട് അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കും. അതുകൊണ്ട് നമുക്കും ആവശ്യമായിരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പുട്ടിങ് അവർ ഫെയ്ത്ത് ആൻഡ് പുട്ടിങ് അവർ ട്രസ്റ്റ് ഇൻ ജീസസ് ടു എക്സ്പീരിയൻസ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം യേശുക്രിസ്തുവിൽ ആത്മാവിലാണ് ഒരു ആശ്രയം, വിശ്വാസം അർപ്പിക്കേണ്ടത്. യേശുക്രിസ്തുവുമായിട്ട് ആത്മാവിലാണ് നമുക്കൊരു ബന്ധം ഉണ്ടാകേണ്ടത്. അങ്ങനെ ആത്മാവിൽ ആ ബന്ധം ഉണ്ടായി കഴിയുമ്പോഴാണ് ഞാൻ നിത്യജീവൻ അനുഭവിച്ചു, ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് എന്ന് പറയുന്നത്. ഈ യോഹന്നാൻ്റെ ലേഖനം നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ യേശുവിനെ പരിചയപ്പെട്ട് യേശുവിൻ്റെ കൃപയാൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് ഒരു ഡെഫിനിറ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്ന് ജനിക്കുക, പുതുജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് നിങ്ങൾക്കും പ്രാപിക്കാൻ കഴിയും. അല്ലാതെ ഒരു സെക്കൻഡ് ഹാൻഡായിട്ട് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതോ വായിച്ചറിയുന്നതോ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പഠിച്ചു പോകുന്നത്, യോഹന്നാൻ എഴുതി പോകുന്നത് എന്തിലേക്കാണെന്ന് ചോദിച്ചാൽ, ഞാൻ യേശുക്രിസ്തുവുമായിട്ടൊരു സജീവ ബന്ധത്തിൽ വരുമ്പോഴാണ് എനിക്ക് പുതുജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ ഉണ്ടാകുന്നത്. ആ ജീവനിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വന്നവരെയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. നമുക്ക് ആ വാക്യം പുറകെ വായിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളൊന്ന് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. 1 യോഹന്നാൻ 2:29. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഡെഫിനിറ്റ് എക്സ്പീരിയൻസ്, എ റിയൽ എക്സ്പീരിയൻസ്. 3:9, 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. കണ്ടോ, ഒരാൾ ജനിച്ചാൽ അത് അറിയാൻ പറ്റുമല്ലോ. അല്ലാതെ അങ്ങനെ ഐ തിങ്ക് സോ ഉള്ളതല്ല, എനിക്ക് തോന്നുന്നു എന്നുള്ളതല്ല. 4:7, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 4-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും. ദൈവത്തിൽ നിന്ന് ജനിച്ചത്. 18-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. വായിച്ചോളൂ. എന്ന് നാം അറിയുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. 2 പ്രാവശ്യം ആ വാക്യത്തിൽ പറയുകയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. അപ്പം 7 times First John declares that there is a definite experience being born from God. ദൈവത്തിൽ നിന്ന് ജനിക്കുക അല്ലേ? അത് വളരെ പ്രധാനമായിട്ട് ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നാം ദൈവത്തിൽ നിന്ന് ജനിക്കും. ദൈവത്തിൽ നിന്ന് ജനിക്കണം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ച ആളുകളെക്കുറിച്ച് ഈ വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിപ്പിക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ വാക്യങ്ങൾ വീണ്ടും വായിക്കണം. ഇപ്പോൾ വായിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്
എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യം ഗ്രഹിക്കേണ്ടത് ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഐഡിയ ഇൻവെൻറ്റഡ് ബൈ ജോൺ. യോഹന്നാൻ കണ്ടെത്തിയ ഒരു നവീന ആശയമല്ല നാം ദൈവത്തിൽ നിന്ന് ജനിക്കണം എന്നുള്ളത്. പിന്നെന്താണ്? ഇറ്റ്സ് എ ഡെഫിനിറ്റ് റിയൽ എക്സ്പീരിയൻസ്, ഇതൊരു യഥാർത്ഥ അനുഭവമാണ്. അതിൻ്റെ കാരണം യേശു ജീവിച്ചിരുന്ന സമയത്ത് യേശുവുമായിട്ട് യോഹന്നാൻ പെരുമാറിയപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ആളുകളുമായിട്ടൊക്കെ പെരുമാറിയ കാര്യങ്ങളൊക്കെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് നിക്കോദിമോസിനോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പുതുതായി ജനിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3, 6, 7 വാക്യങ്ങൾ വായിച്ചാൽ പുതുതായി ജനിക്കണം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജഡത്തിന്റെ, ഒരു ഫ്ലഷിന്റെ എക്സിസ്റ്റൻസ് മാത്രമാണ്. ഇതിനകത്തൊരു ആത്മാവുണ്ട്. ആത്മാവ് അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടക്കുകയാണ്. ആ ആത്മാവ് ജനിക്കണം. ആ ജനനത്തിനാണ് പുതുജനനം എന്ന് പറയുന്നത്. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. എങ്ങനെ ആത്മാവിനാൽ ജനിക്കുന്നത്? ബൈ കമ്മിങ് ഇൻ ടു എ കോണ്ടാക്ട്, പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവുമായിട്ട് ഞാനൊരു വ്യക്തി ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. യോഹന്നാൻ എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നഥനയേൽ എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്? പത്രോസ് എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്? അവരൊക്കെ യേശുവുമായിട്ടൊരു തിയറി ഒന്നുമില്ല. നമ്മളൊരുപാട് തിയറികളാണ് നോക്കുന്നത്, അല്ലേ? രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഫോർമുലയൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കളയും. എന്നാൽ ഈ പുതുതായി ജനിച്ചതിന് ഒരു ഫോർമുലയും ഇല്ല. അവർ യേശുവുമായിട്ട് ബന്ധപ്പെട്ടു. ശമരിയ സ്ത്രീ യേശുവുമായിട്ട് ബന്ധപ്പെട്ടു, പിറവിയിലെ കുരുടൻ യേശുവുമായിട്ട് ബന്ധപ്പെട്ടു, സക്കായി യേശുവുമായിട്ട് ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ടത് അവരുടെ ജീവിതത്തെ മാറ്റി അവർക്കൊരു പുതിയ ജീവിതം കൊടുത്തെങ്കിൽ, അങ്ങനെയല്ലേ സംഭവിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഒരറിവല്ല, കുറേ കാര്യങ്ങൾ ഗ്രഹിക്കുകയല്ല, ഒരു പുതിയ അനുഭൂതിയല്ല, യേശുക്രിസ്തുവുമായിട്ടൊരു വ്യക്തി ബന്ധം സ്ഥാപിക്കുമ്പോൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഒരു പുതുജനന അനുഭവം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. 13-ാം വാക്യത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. റോമർ 10:11. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പുതുജനനം കിട്ടും, അല്ലാതെ നിങ്ങൾ ലജ്ജിച്ചു പോകേണ്ടതായിട്ട്. അവിടെ റോമാലേഖനത്തിൽ യഹൂദന്മാരുടെ കാര്യമാണ് പറയുന്നത്. 10-ാം അധ്യായത്തിൽ യഹൂദന്മാരെ ഇവിടെയാണ് മിസ് ചെയ്തത്. അവർ യേശുവിനെ അംഗീകരിച്ചില്ല, യേശുവിനെ വിശ്വസിച്ചില്ല, യേശുവിനെ വെറൊരു സാധാരണക്കാരനായി കണ്ടു. എന്നാൽ അവനിൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല, അവരെ പുതുജന്മം പ്രാപിക്കും. അതാണ് 13-ാം വാക്യത്തിൽ പറഞ്ഞത്. നമ്മൾ അവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. റോമർ 10:13. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അപ്പം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് എനിക്ക് അവൻ റിയലാണ്, എനിക്ക് അവനുമായിട്ടൊരു ബന്ധം വേണമെന്നുള്ള ബോധ്യം വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അതിൻ്റെ വേറൊരു എക്സ്പ്ലനേഷനാണ് 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായി ജനിക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പം കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവനെ വിളിക്കുമ്പോഴാണ്. അതിനാണ് ഈ ഗോസ്പൽ എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇത് പറഞ്ഞിരുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കത് വാക്യം മുഴുവൻ വായിക്കാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പല കാഴ്ചപ്പാടുകളാണ്. ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തിലും പല പല കാഴ്ചപ്പാടുകളാണ്. എന്നാൽ യേശു ആരാണെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകുമ്പോൾ, വായിച്ചാട്ടെ വാക്യം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദ മോമെന്റ് യു റിയലി ബിലീവ് ഹൂ ജീസസ് ഈസ്, യേശു ആരാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഗ്രഹിക്കുകയും അവൻ ദൈവപുത്രനാണ്, എനിക്ക് വേണ്ടി അവതരിച്ച, എൻ്റെ പാപപരിഹാരത്തിനായിട്ട് അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവൻ എൻ്റെ കർത്താവാകുകയാണ്, അവൻ എൻ്റെ നാഥനാകുകയാണ്, അവനെനിക്ക് പുതുജീവൻ അപ്പോൾ തരികയാണ്. അത് വളരെ മനോഹരമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിരുന്നു. കാണാതെ അറിയാവുന്ന വാക്യമാണെങ്കിലും വായിച്ച് കേൾക്കണം. അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ള കാര്യങ്ങളൂടെ നിങ്ങൾ ഗ്രഹിക്കണം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല, എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഈ ലോകം തന്നെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ചത്, നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ തള്ളിക്കളഞ്ഞ ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇതാണ് സുവിശേഷം. അങ്ങനെ നമ്മൾ ആ കാര്യം പറയുമ്പോൾ അവനെ അംഗീകരിക്കുക, അതാണ് അവനെ കൈക്കൊള്ളുക. അവൻ അങ്ങനെ തന്നെയാണ്, അവൻ ദൈവപുത്രനാണ് എന്ന് അംഗീകരിച്ച് അവനിൽ വിശ്വസിക്കുന്നവന് ദൈവം പുതുജീവൻ കൊടുക്കുക. ഇനി 12-13 കൂടെ ചേർത്ത് വായിച്ചാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരം ഉപയോഗിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അടുത്ത വാക്യത്തിൽ, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ഇത് കേട്ടോ, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. യോഹന്നാൻ അതാണ് സംഭവിച്ചത്. ജീവൻ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷമായി, യേശുവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് യോഹന്നാൻ എന്ത് സംഭവിച്ചു? യോഹന്നാന് പുതുജീവൻ ലഭിച്ചു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. നിത്യജീവൻ എന്ന് പറയുന്നത്, പുതുജന്മം എന്ന് പറയുന്നത് സൽപ്രവൃത്തികളാൽ നേടാവുന്നതല്ല, സൽ സ്വഭാവം കൊണ്ട് നേടാവുന്നതല്ല. നമ്മൾ പലരും ധരിച്ചു വെക്കുന്നത്, യേശുവിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം, ഞാൻ സൽസ്വഭാവിയാണ്, സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ആളുകൾ ആരും ദുഷ്പ്രവർത്തിക്കാരായിരുന്നില്ല. നിക്കോദിമോസ് ദുഷ്പ്രവർത്തിക്കാരനായിരുന്നു? അല്ല. യോഹന്നാനോ അന്ത്രയോസോ ശിമോനോ ഒന്നും അവരവരുടെ തൊഴിൽ ചെയ്ത് ജീവിച്ച സാധാരണ മനുഷ്യരാണ്. അവരാരും ദുഷ്പ്രവർത്തിക്കാരായിരുന്നില്ല. സൽപ്രവൃത്തി ചെയ്തതുകൊണ്ടോ സൽസ്വഭാവം സൂക്ഷിച്ചതുകൊണ്ടോ നമുക്കൊരിക്കലും നിത്യജീവൻ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ പുതുതായി ജനിക്കുവാൻ കഴിയുകയല്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനം കിട്ടണമെങ്കിൽ ദാതാവുമായിട്ട് ബന്ധപ്പെടണം, ദാതാവായ യേശുവുമായിട്ട് ബന്ധപ്പെടണം. അവൻ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ യോഹന്നാൻ്റെ 1-ാം ലേഖനമല്ലേ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ 1-ാമത് എഴുതിയത് ലേഖനമല്ല, അതിന് മുമ്പ് എഴുതിയത് സുവിശേഷമായിരുന്നു. അപ്പോൾ ഈ സുവിശേഷം എഴുതിയത് എന്തിനാണെന്ന് അദ്ദേഹം പറഞ്ഞ വാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ആ സുവിശേഷം രചിച്ചതിൻ്റെ പിന്നിലുള്ള തൻ്റെ ചേതോവികാരം, തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. കണ്ടോ, ഇത് വായിക്കുന്ന ആളുകൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇതാണ് യോഹന്നാന്റെ ലക്ഷ്യം. യേശു ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നമുക്കതിൽ നിന്നൊരു കാര്യം ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഒന്നാമത് ഞാൻ യേശു ആരാണെന്ന് അറിയണം. ശരിക്കും യേശു ആരാണ്? യേശുവിനെക്കുറിച്ച് പല ധാരണകളാണ്. അതുകൊണ്ടാണല്ലോ യേശു നേരെ ജീവിച്ചിരുന്നപ്പോൾ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ലോകം എന്താ പറയുന്നത്? നിങ്ങളെന്താ പറയുന്നത്? എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരും ഞാൻ പറയുന്നത്, യേശു ആരാണെന്നുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, എന്തിനാ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് വന്നത്? നമ്മെ രക്ഷിക്കാനായിട്ടാണ്. ആ കാര്യം ബോധ്യപ്പെട്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം എഴുതിയത് ഒന്നുകൂടെ കേൾക്കുക. 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അവിടെ നിങ്ങൾക്കെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാനിത് മനസ്സിലാക്കി, ഞാനിത് പ്രാപിച്ചു, ഇനി നിങ്ങളാ ഇത് പ്രാപിക്കേണ്ടതെന്ന്. മനസ്സിലായോ? യോഹന്നാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ജീവൻ പ്രത്യക്ഷമായി, യോഹന്നാൻ അത് അനുഭവിച്ചു, എന്നിട്ട് നമ്മളോടത് പങ്കുവെക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ഞാനിത് അനുഭവിച്ചു, എനിക്ക് മനസ്സിലായി യേശു ആരാണെന്ന്. ഇനി നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പുതുജന്മ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. ഇനി യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം എഴുതിയത് എന്തിനാണെന്നറിയാമോ? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിച്ചാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കേട്ടോ. അതിന് മറുപടി ഞാനിപ്പോൾ നൽകുന്നത്. ചിലരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടാവും, അതായത് എനിക്ക് യേശുവിനെ അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല, ഒന്നും ഫീൽ ചെയ്തില്ല, അങ്ങനെ പുതുജീവനൊന്നും വന്നതായിട്ട് തോന്നിയില്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. ഞാനങ്ങനെ കർത്താവിനെ അംഗീകരിച്ച് നോക്കി, വിശ്വസിച്ച് നോക്കി, ഒരു ഫീലിംഗും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് 1 യോഹന്നാൻ 5:13 നാം കാണുന്നത്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്
ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വന്നു, നിങ്ങൾ പുതുതായി എന്ന് നിങ്ങൾ അറിയണം. അത് നിങ്ങളുടെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ വരണം, ആ അറിവിലേക്ക് നിങ്ങൾ എത്തണം. അപ്പം ഞാനും യോഹന്നാൻ്റെ കൂടെ ചേർന്ന് നിങ്ങളെ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നമുക്കെല്ലാവർക്കും ഒരു കാര്യത്തെക്കുറിച്ച് നല്ല നിശ്ചയം വേണം. ഏത് കാര്യത്തെക്കുറിച്ചാണ് നിശ്ചയം വേണ്ടത്? ടു ഹൂം ഐ ബിലോങ്, ഞാൻ ആരുടെ വകയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ബോധ്യം, കാഴ്ചപ്പാട് വേണ്ടതാണ്. ഞാൻ എവിടുന്ന് വന്നവനാണ്, ഞാൻ എങ്ങോട്ട് പോകുന്നവനാണ്, ഞാൻ ആരാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ അതോ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് മാത്രം ജനിച്ചവനാണോ എന്ന് എന്നോട് തന്നെ ഒന്ന് ചോദിക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ചോദിക്കണം നിങ്ങളോട് തന്നെ, ആം ഐ ബോൺ അഗെയിൻ? ഞാൻ പുതുതായി ജനിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഞാൻ യേശുവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എനിക്കതെങ്ങനെ അറിയാൻ കഴിയും എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടതാണ്. അപ്പോൾ അതിന് ഉത്തരവും വേണ്ടേ? ഉത്തരം യോഹന്നാൻ നമ്മൾ നേരത്തെ വായിച്ച് കേൾപ്പിച്ച വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതായത് ഒരുത്തൻ ദൈവത്തിൽ നിന്ന് ജനിച്ചോ ഇല്ലയോ എന്നെങ്ങനെ അറിയാം? നമുക്ക് യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വന്നാൽ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞത് ഇപ്പോൾ വായിച്ച് കേട്ടായിരുന്നോ? എല്ലാവരും കേട്ടെന്ന് ഞാൻ കരുതുകയാണ്. അതായത് സുവിശേഷം എഴുതിയത് യേശു ദൈവപുത്രനാണെന്ന് അറിയാനും ആ കാര്യം വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും. ലേഖനം എഴുതി എന്തിനാ? അങ്ങനെ വിശ്വസിച്ച ആൾക്ക് ജീവൻ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം എനിക്ക് പുതുജീവൻ ഉണ്ട്, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് എന്നെങ്ങനെ ഉറപ്പിക്കാം? അങ്ങനെ നമ്മളതിനെ 7 വാക്യം നേരത്തെ വായിച്ചായിരുന്നു, ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞത്. അത് റീഡ് ചെയ്യാൻ പുനർവായന നടത്താൻ പോവുകയാണ്. 1 യോഹന്നാൻ 2:29. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ത് ചെയ്യും? നീതി ചെയ്യും. അവൻ നീതി മാത്രമേ, അതിൻ്റെ അർത്ഥം ഹി ലിവ്സ് എ റൈച്ചിയസ് ലൈഫ്, ഒരു നീതി ജീവിതം അവൻ നയിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാതെ സാമൂഹ്യ അനീതിക്കെതിരെ പ്രതികരിക്കുമെന്നൊന്നും അല്ല കേട്ടോ. അവൻ്റെ ജീവിതം നീതിയിൽ അധിഷ്ഠിതം, ദൈവത്തിൻ്റെ നീതിയിൽ. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. നമുക്ക് പാപത്തോടുള്ള ബന്ധം നോക്കിയാൽ മതി. ദൈവത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച യേശു പാപം ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച നമുക്കും പാപം ചെയ്യാനായിട്ട് കഴിയത്തില്ല, പാപം ചെയ്യുന്നില്ല. അതൊരു ഹാബിറ്റ് അല്ല. അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം, അതിന് ക്ലെൻസിങ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഏതാണെങ്കിലും പാപം ചെയ്യുന്നില്ല, നീതി ചെയ്യുന്നു, പാപം ചെയ്യുന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. അന്യോന്യം സ്നേഹിക്കുക. അന്യോന്യം സ്നേഹിക്കുന്നവൻ, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കും, സഹോദരന്മാരെ സ്നേഹിക്കും, പരസ്പര സ്നേഹം നമ്മളിൽ ഉണ്ടാകും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തെ സ്നേഹിക്കും, മനുഷ്യരെ സ്നേഹിക്കും, സഹോദരന്മാരെ സ്നേഹിക്കും. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുകയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ പകയ്ക്കും, ലോകത്തെ സ്നേഹിക്കുകയില്ല, ലോകം നമ്മളെയും പകയ്ക്കും. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അടുത്ത ലൈനും കൂടെ വായിച്ചോളൂ. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്നും ജനിച്ചവനെയും സ്നേഹിക്കുന്നു. കണ്ടപ്പം ജനിപ്പിച്ചവൻ ദൈവം, ദൈവത്തെ സ്നേഹിക്കുന്നു, അവനിൽ നിന്ന് ജനിച്ച മറ്റ് സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചതിൻ്റെ ലക്ഷണം അതൊക്കെ. 4-ാം വാക്യത്തിൽ പറഞ്ഞു, ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പം ഇങ്ങനെ ആ 7 വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൽ നിന്ന് ജനിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്? പാപം ചെയ്യുന്നില്ല, പരസ്പരം സ്നേഹിക്കുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു, ലോകത്തെ ജയിക്കുന്നു, ദൈവം അവരെ സൂക്ഷിക്കുന്നു, അവർ നീതിയുടെ മാർഗത്തിലാണ് അല്ലെങ്കിൽ വിശുദ്ധിയിലാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഞാൻ ആരുടെ വകയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഈ ക്ലാസ് ഇങ്ങനെ പഠിച്ച് ഞാൻ യോഹന്നാൻ്റെ ലേഖനം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലേഖനം പഠിക്കുമ്പോൾ യോഹന്നാൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കണം എന്നാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ഊന്നി പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ ലേഖനവും സുവിശേഷവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യോഹന്നാൻ ഊന്നുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്താണ് ആ കാര്യം? ലോകത്തിൽ 2 തരത്തിലുള്ള മക്കൾ അല്ലെങ്കിൽ 2 തരത്തിലുള്ള മനുഷ്യർ മാത്രമേ ഉള്ളൂ.
ദർ ആർ ഓൺലി 2 kinds ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ്. ആരൊക്കെയാണ്? 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ലോകത്തിൽ 2 തരം ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ദൈവത്തിൻ്റെ മക്കൾ, അല്ലെങ്കിൽ പിശാചിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, നിങ്ങൾ ആരുടെ മക്കളാണ്, നിങ്ങൾ ആർക്കുള്ളതാണ്, ടു ഹൂം യു ബിലോങ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആണോ പിശാചിൻ്റെ ആണോ എന്ന് കണ്ടെത്തണം, തീരുമാനിക്കണം എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ഞാൻ വേറെ തരത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ചില വാക്യങ്ങൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഈ കാൽവരി ക്രൂശിൻ്റെ സുവിശേഷത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും. വായിച്ചാട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇവനി യോഹന്നാൻ്റെ ലേഖനം 3:10 ഇതൊന്ന് കണക്ട് ചെയ്ത്, ലോകത്തിൽ 2 തരം ക്രോസ് ഡിവൈഡ്സ് പീപ്പിൾ. കുരിശ് ലോകത്തിലുള്ള മനുഷ്യരെ 2ആയിട്ട് മാറ്റുകയാണ്. രക്ഷിക്കപ്പെടുന്നവരും നശിച്ചു പോകുന്നവരും. ആരാ രക്ഷിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ മക്കൾ. ആരാ നശിച്ചു പോകുന്നത്? പിശാചിൻ്റെ മക്കൾ. 2 കൊരിന്ത്യലേഖനം 2:15 വായിക്കുമ്പോൾ അവിടെയും നശിച്ചു പോകുന്നവരും രക്ഷിക്കപ്പെടുന്നവരും, ഈ 2 ഗ്രൂപ്പ് ആളുകളെ നമുക്ക് കാണാം. ലോകത്തിൽ 2 ഗ്രൂപ്പ് ആളുകളെ ഉള്ളൂ: ദൈവത്തിൻ്റെ മക്കൾ, പിശാചിൻ്റെ മക്കൾ. രക്ഷിക്കപ്പെടുന്നവർ, നശിച്ചു പോകുന്നവർ. 2 കൊരിന്ത്യലേഖനം 2:15. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും. അത്രേ ഉള്ളൂ, രക്ഷിക്കപ്പെടുന്നവരും നശിക്കുന്നവരും. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ നോക്കാം. 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഇത് കുറച്ചുകൂടെ ഗൗരവമുള്ളൊരു വാക്യമാണ്. കാരണം 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ വാക്യം എന്താണ് സുവിശേഷം എന്ന് കൊരിന്തിലുള്ള ആളുകളെ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്തുമ്പോൾ 2-ാം വാക്യത്തിൽ പറഞ്ഞത്, വിശ്വസിച്ചത് വൃഥാവായ ഒരു കൂട്ടം ആളുകളുണ്ട്, രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പിടികിട്ടിയോ? നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവാകുന്നു. വായിച്ചേട്ടാ വാക്യം, 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേട്ടെ. നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയില്ല. കണ്ട, അപ്പൊ കുറെ ആളുകൾ വിശ്വസിച്ചത് കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ട് വരും? വൃഥാവായും. പള്ളിയിൽ പോയി കാണും, യേശുവിനെ വിളിച്ച് കാണും, വിശ്വസിച്ച് കാണും, പക്ഷെ അതെല്ലാം എന്തിലായി? വൃഥാവിലായി. എന്താ കാരണം? നിങ്ങൾ പുതുജന്മം പ്രാപിച്ചില്ല, യേശുക്രിസ്തുവുമായിട്ടൊരു വ്യക്തിബന്ധത്തിൽ വന്നില്ല. ഗ്രഹിക്കണേ. അതായത് വിശ്വസിച്ചത് വൃഥാവാകുന്ന ഒരു കൂട്ടം ആളുകളും രക്ഷിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടം ആളുകളും. ആരുടെ വിശ്വാസമാണ് വൃഥാവാകുന്നത്? നശിച്ചു പോകുന്നവരുടെ, പിശാചിൻ്റെ മക്കളുടെ. അപ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നോ? അപ്പോൾ ഈ ലോകത്തിൽ 2 കൂട്ടം ആളുകളെ ഉള്ളൂ. അതിൽ ഞാൻ ഏത് കൂട്ടത്തിലാണെന്നുള്ളത് ഞാനും നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ. ഒന്നുകിൽ ദൈവത്തിൻ്റെ മക്കൾ, അല്ലെങ്കിൽ പിശാചിൻ്റെ മക്കൾ. പിശാചിൻ്റെ മക്കൾ എന്ന് പറഞ്ഞപ്പോൾ അവർ കൊടും പാപികളാണ് എന്നാരും കരുതേണ്ടതില്ല കേട്ടോ. ചിലരങ്ങനെ വിചാരിക്കും. ഈ കൊടും പാപികളായ ദുഷ്ടന്മാരായ ആളുകളെയാണ് വേദപുസ്തകം പിശാചിൻ്റെ മക്കളെന്ന് വിളിക്കുന്നത്. ചിലപ്പം പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ പോടെ പിശാച എന്നൊക്കെ വിളിക്കാറില്ലേ? അപ്പോൾ അങ്ങനെ വിളിക്കുമ്പം വല്ലാത്ത കുഴപ്പക്കാരാണ്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ്റെയും പ്രഭാഷണങ്ങൾ ശ്രവിച്ചാൽ അവർ വളരെ പ്ലെയിനായിട്ട് അവരുടെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്ന നല്ല മനുഷ്യരോടാണ് പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം വായിച്ചോട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. കണ്ടോ? നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. നമ്മൾ നമ്മുടെ ജഡിക മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചാൽ മാത്രം മതി. ദുഷ്ടതയൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങളെ പിശാചാണപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് മാറിയിട്ടുണ്ടോ, എനിക്കൊരു പുതുജന്മം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കണം. യോഹന്നാൻ സ്നാപകനാണെങ്കിൽ തൻ്റെ മുമ്പിൽ വന്നവരെ സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്, അല്ലേ? സർപ്പസന്തതികളെ. മത്തായി 3:7 നമുക്ക് പല സ്ഥലങ്ങളിലുണ്ട്. മത്തായി 3:7 മാത്രം വായിക്കുകയാണെങ്കിൽ സർപ്പസന്തതികളെ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? എന്താ ഈ സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്? പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന്
ദൈവത്തിൻ്റെ മക്കളായിരുന്ന മനുഷ്യരെ ചതിച്ചില്ലേ? സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ അന്ന് തൊട്ട് ദൈവത്തോട് മാത്രം ചേർന്ന് നിന്ന ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട പിശാചിൻ്റെ മക്കളും. അതുകൊണ്ടാണ് അവരെ എന്ത് വിളിച്ചത്? സർപ്പ സന്തതികളെ എന്ന് വിളിച്ചത്. കയീനാണ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 3:12 കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. കണ്ടോ? കയീൻ എവിടെ നിന്നുള്ളവനായി? ദൈവത്തിൽ നിന്നുള്ളവനല്ല, ദുഷ്ടനിൽ നിന്നുള്ള. അതുകൊണ്ടാണ് കയീൻ്റെ ആരാധന സ്വീകാര്യമാകാതെ പോയത്. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ കയീൻ്റെ വഴിയിൽ നടക്കുന്നു എന്ന് ചിലരെക്കുറിച്ച് പറയുന്നുണ്ട്. കയീൻ്റെ വഴി, യൂദ 1 അധ്യായം മാത്രമേ ഉള്ളൂ, 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീൻ്റെ വഴിയിൽ നടക്കുകയും. എന്താ ഈ കയീൻ്റെ വഴി? കയീൻ്റെ വഴി എന്ന് പറഞ്ഞാൽ കയീൻ ആരെയും കൊല്ലാൻ നടന്നവനല്ല. ഒറിജിനലി അവൻ്റെ വഴി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോയതാണ്. അതിൽ ദൈവം പ്രസാദിച്ചില്ലെന്ന് കണ്ടപ്പോഴാണ് അവൻ കൊലപാതകനായിട്ട് മാറുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് കയീൻ എന്ന് പറഞ്ഞാൽ നല്ല വഴിക്ക് നടന്ന ആളാണ്, ദൈവത്തെ ആരാധിക്കാൻ പോയ ആളാണ്. അതുകൊണ്ട് നമ്മൾ നല്ല വഴിക്കാണ് നടക്കുന്നത്, നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ മക്കൾ ആവുകയില്ല. കഴിഞ്ഞ ലേഖനം നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഏതാ? പത്രോസിൻ്റെ 2-ാം ലേഖനം പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ വ്യാജ ക്രിസ്ത്യാനികളെക്കുറിച്ചും വ്യാജ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് പള്ളിയിൽ വന്നിരിക്കുന്നവരെ, സുവിശേഷം കേൾക്കാൻ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് വ്യാജന്മാരുണ്ട്. ആ കൂട്ടത്തിലൊക്കെ പിശാചിൻ്റെ മക്കളാണ് ദൈവമക്കളേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, യൂട്യൂബ് കാണുന്നു, നല്ല ക്ലാസ് ആണെന്നൊക്കെ പറയുന്നു, അതുകൊണ്ടൊന്നും കാര്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരുടെ മക്കളാണ്, ടു ഹും യു ബിലോങ് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഞാൻ ദൈവത്തിൻ്റെ മകനാണോ അതോ പിശാചിൻ്റെ മകൻ ആണോ? ദൈവത്തിൻ്റെ മകനാണോ എന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ജനിക്കണം. പിശാചിൻ്റെ മകനാകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇവിടെ തന്നെ 5:19 പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ അധിപതിയുടെ സ്വാധീനത്തിലാണെങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ അവിടെ ഒരു മാറ്റം വന്നെന്ന് കൃത്യമായിട്ട് യോഹന്നാൻ പറയുകയാണ്. ഇങ്ങനെ എനിക്കൊരു ബോധ്യമുണ്ടോ? ഞാൻ ദുഷ്ടൻ്റെ അധീനതയിലല്ല, ഞാൻ പുതുതായി ജനിച്ചു, ഞാൻ യേശുവുമായിട്ട് ബന്ധപ്പെട്ടു. വേറൊരു കൂട്ടം ആളുകളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പറയുമ്പോൾ അവൻ നല്ലവനാണല്ലോ എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? വ്യാജനാണെങ്കിലും അല്ല, ഈ കള്ളനോട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്രയോ പേർക്ക് കള്ളനോട്ടിനോട് എന്ത് സ്നേഹമാണെന്നറിയാവോ? കള്ളനോട്ടിനോട് വിരോധം ആണോ ആളുകൾക്ക് വാസ്തവത്തിൽ? അങ്ങനെയാണെങ്കിൽ പിന്നെ കള്ളനോട്ട് കൊണ്ടുപോയാൽ കിട്ടിയാൽ മിക്കവാറും ആളുകൾ ആദ്യം ചെയ്യുന്ന പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കടയിൽ പോയി ഈ നോട്ടിൻ്റെ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള മെഷീനൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങൾ എവിടെ ഉള്ളത് നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ നോട്ട് മാറുന്നത്. അവിടെയൊക്കെ ഉപകാരം ഉണ്ടാവും. പെട്രോൾ കിട്ടും, പച്ചക്കറി കിട്ടും, ഗ്രോസറി ഷോപ്പിൽ നിന്ന് പലതും വാങ്ങാൻ സാധിക്കും. ഉപകാരിയാണ് കള്ളനോട്ട്, ഉപകാരിയാണ്. പക്ഷെ ഒരു ദിവസം അത് പിടിക്കപ്പെടും. ബാങ്കിൽ ചെന്നാൽ അതിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഈ കള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വ്യാജ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ആളുകൾ. അവരൊരുപാട് ഉപകാരം ചെയ്യുന്നുണ്ടാകാം, സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടാകാം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ഒരു ദിവസം, ദൈവത്തിൻ്റെ ന്യായവിധി ദിവസം നിങ്ങൾ പിടിക്കപ്പെടും. അവനവൻ ചെയ്തതിനും പറഞ്ഞതിനും എല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് നാം പിടിക്കപ്പെടും. ഫൈനൽ ജഡ്ജ്മെൻറ്റ്. ഇതേക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ലേഖനത്തിൽ, പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പഠിച്ചതാണല്ലോ. കൂടാതെ യേശു കർത്താവ് തന്നെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു കൂട്ടം ആളുകളാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചെന്നും വീര്യപ്രവൃത്തികൾ ചെയ്തെന്നും ഒക്കെ അവകാശപ്പെടുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കർത്താവിൻ്റെ മറുപടി കേൾക്കുക. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പുതുജന്മ അനുഭവം ഉണ്ടാകാതെ നന്മ ചെയ്യുന്നവരും പ്രവചിക്കുന്നവരും വീര്യപ്രവൃത്തികൾ നടത്തുന്നവരും ഒക്കെ ഉണ്ട്. അവരോടെല്ലാം കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങളെന്നെ വിട്ടുപോകുക. അപ്പോൾ ഈ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഒന്ന് വായിച്ചാട്ടെ. അന്ന് ഞാൻ അവരോട്,
ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു നാൾ നിങ്ങൾ അവനെ അറിയണം. ഒരു ദിവസം നിങ്ങളവനെ അറിയണം. അവനുമായിട്ട് നിങ്ങളൊരു വ്യക്തി ബന്ധത്തിൽ വരണം. അങ്ങനെ ഒരു വ്യക്തി ബന്ധത്തിൽ വന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ മക്കളാകുവാൻ, പുതുജന്മം പ്രാപിക്കുവാൻ അവനെ വിശ്വസിക്കണം, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ദൈവമക്കളാകുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ മറുപടി ഉണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്. വായിച്ചാട്ടെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അപ്പം പുത്രനുള്ളവന്, ദൈവപുത്രനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ പ്രവേശിച്ചവർക്കാണ് ദൈവമക്കൾ, പുതുജന്മ അനുഭവം. എന്നാൽ ദൈവപുത്രൻ ഇല്ലാത്തവന്, ആ ബന്ധമില്ലാതെ നമുക്ക് നന്മ ചെയ്യാം. ആ ബന്ധമില്ലാതെ നന്മ ചെയ്യുകയോ മറ്റു പല കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല, അവർ പിശാചിൻ്റെ മക്കൾ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് എന്താ ചിന്തിച്ചതെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ജീവൻ പ്രത്യക്ഷമായി, ജീവൻ പ്രത്യക്ഷമായി, യേശു പ്രത്യക്ഷമായി. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ അവനെ അനുഭവിച്ചു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുഭവിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പുത്രനുള്ളവന് മാത്രമേ ജീവനുള്ളൂ, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ ജീവൻ യേശുക്രിസ്തുവിൽ മാത്രമാണ് ലഭ്യം എന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് അവിടുന്ന് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. ദിസ് ലൈഫ് ഷെയർഡ്, അതായത് പ്രത്യക്ഷമായ ജീവനെ അനുഭവിച്ചു, അനുഭവിച്ചതിന് ശേഷം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ്. 3-ാം വാക്യം, 1 യോഹന്നാൻ 1:3, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. കണ്ടോ, ഞങ്ങൾ അനുഭവിച്ചത് പങ്കുവെക്കുന്നു, നിങ്ങളോട് അറിയിക്കുന്നു. 4-ാം വാക്യം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അവിടെ 2 പ്രയോഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളോട് അറിയിക്കുന്നു, നിങ്ങൾക്ക് എഴുതുന്നു. കണ്ടോ, നിങ്ങളോട് അറിയിക്കുന്നു 3-ാം വാക്യത്തിൽ. 4-ാം വാക്യത്തിൽ നിങ്ങൾക്ക് എഴുതുന്നു. ഇത് അറിയിക്കുവാനും എഴുതുവാനും എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങൾ അനുഭവിച്ച കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. അറിയിക്കുന്നു എന്നുള്ളതിന് ഡിക്ലെയർ എന്നുള്ള ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചിരിക്കുന്നത്. ജോൺ വാണ്ടഡ് ടു ഡിക്ലെയർ ഇറ്റ് ടു ഓൾ ഹിസ് റീഡേഴ്സ്. അത് എഴുതിയിട്ടാണെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചിട്ടാണെങ്കിലും സകലരും ഈ കാര്യം അറിയണം എന്ന് യോഹന്നാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നിത്യജീവൻ അനുഭവിച്ച ഒരാളുടെ ലക്ഷണം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ നിത്യജീവൻ അനുഭവിച്ച ഒരാൾ അതൊരിക്കലും മൂടി വെക്കുകയല്ല, അത് മറ്റുള്ളവരോട് അറിയിക്കും, ഷെയർ ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം പരിശോധിച്ചാൽ, അന്ത്രയോസ് പോയി തൻ്റെ സഹോദരനെ അറിയിച്ചു, യോഹന്നാൻ പോയി തൻ്റെ സഹോദരനെ അറിയിച്ചു, ഫിലിപ്പോസ് പോയി തൻ്റെ സ്നേഹിതനായ നഥനയേലിനെ അറിയിച്ചു, ശമരിയാക്കാരി സ്ത്രീ പോയി ആ ശമരിയ പട്ടണത്തിലുള്ള എല്ലാവരെയും അറിയിച്ചു, എല്ലാവരും. അപ്പോൾ അതാണ് നമുക്കൊരു മാറ്റം വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതെനിക്ക് ഐ കനോട്ട് കണ്ടെയ്ൻ ഇറ്റ്, എൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഒതുക്കി വെക്കാനായിട്ട് ഒക്കുകയല്ല, അത് അറിയിച്ചെങ്കിലേ ഒക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു മതസാഹിത്യം എന്ന ആളുകൾ വിശേഷിപ്പിക്കുന്ന ട്രാക്റ്റ് ഒരു സഹോദരി വേറൊരു സഭയിൽപ്പെട്ട 1-2 ആളുകൾക്ക് വിതരണം ചെയ്തു. അപ്പോൾ അത് ആ സഭയുടെ പാസ്റ്റർ മനസ്സിലാക്കിയിട്ട് ഈ സഭയുടെ പാസ്റ്ററെ വിളിച്ച് ചീത്ത പറഞ്ഞു. അതായത് ഞങ്ങളുടെ വിശ്വാസത്തെ തകിടം മറിക്കുന്നതിനായിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ സാഹിത്യങ്ങൾ കൊടുത്തു വിടുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും കൊടുത്തു വിട്ടില്ല. പിന്നെ ഒരു സഹോദരി കൊണ്ട് തന്നെങ്കിൽ അതിൻ്റെ കാരണം അവർ നിങ്ങളെ മനസാന്തരപ്പെടുത്താനായിട്ടല്ല, അവരനുഭവിച്ച കാര്യം നിങ്ങളെ അറിയിക്കാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവരനുഭവിച്ച സന്തോഷം അവർക്ക് മൂടി വെക്കാൻ കഴിയാത്തത് കൊണ്ട് അത് അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യത്തിനൊരു തിരുത്ത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാക്ഷ്യം പറയുക, വിറ്റ്നസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ വാസ്തവത്തിൽ? ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവം എന്താണെന്ന് മറ്റുള്ളവരോട് പങ്കുവെക്കലാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ സാക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ സഭകൾ തമ്മിലുള്ള താരതമ്യം, തെറ്റും ശരിയും തമ്മിലുള്ള താരതമ്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. യോഹന്നാൻ ഇപ്പോൾ തെറ്റ് ശരി അങ്ങനെയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ പറഞ്ഞത് ജീവൻ പ്രത്യക്ഷമായി, ഞാനത് അനുഭവിച്ചു, അത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഞാൻ എന്താ അനുഭവിച്ചോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. അതിൻ്റെ തിയോളജിയും ബാക്കിയുള്ളവർ ശരിയോ തെറ്റോ എന്നുള്ളതും ഒന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എല്ലാം ഒരു തട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. അവരെല്ലാം കുഴപ്പത്തിലാണ്, ഞാൻ മാത്രമാണ് ശരി, ഇപ്പം ഞാൻ പോകുന്ന സഭയാണ് മറ്റു സഭയേക്കാളെല്ലാം എന്നൊക്കെ സ്ഥാപിക്കാനൊരു അതല്ല സാക്ഷ്യം. അതാണോ സാക്ഷ്യം?
അതല്ല പങ്കുവെക്കൽ. പങ്കുവെക്കൽ എന്ന് പറയുന്നത് ഞാൻ എന്ത് കർത്താവിൽ നിന്ന് പ്രാപിച്ചു, എന്താണ് ഞാൻ അനുഭവിച്ചത്, അത് മറ്റുള്ളവരുമായി. ഇവിടെ നമ്മൾ യോഹന്നാൻ്റെ വാക്ക് മാത്രം എടുത്താൽ മതി. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. 3-ാം വാക്യം വായിച്ചാട്ടെ. 3-ാം വാക്യത്തിൽ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഷെയറിങ് അവർ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞത് അത് ഞങ്ങൾ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴുണ്ടായതാണ്. അതാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാക്ഷ്യം അല്ലെങ്കിൽ പങ്കുവെക്കൽ എന്ന് പറയുന്നത് 2 വഴിക്കാണ്. ഒന്ന് നമ്മുടെ ജീവിതം കൊണ്ട്, 2 നമ്മുടെ പ്രസംഗം കൊണ്ട്. ജീവിതം കൊണ്ടും പ്രസംഗം കൊണ്ടും. പ്രസംഗമില്ലാത്ത ജീവിതവും ജീവിതമില്ലാത്ത പ്രസംഗവും തെറ്റായ സാക്ഷ്യമാണ്. പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? പ്രസംഗമില്ലാത്ത ജീവിതം, ജീവിതമില്ലാത്ത പ്രസംഗം, ഇത് രണ്ടും പരസ്പര പൂരകമായിട്ട് പോകേണ്ടതാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ. ഞാൻ പ്രസംഗിക്കുകയും വേണം, അതനുസരിച്ച് ഞാൻ ജീവിക്കുകയും വേണം. ഇത് രണ്ടും കൂടെയാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ശരിയായിട്ട് ജീവിക്കാതെ മറ്റുള്ള ആളുകളുടെ തിയോളജിയെ വിമർശിക്കുന്നതല്ല സാക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്ന കാര്യം, ജീവൻ പ്രത്യക്ഷമായി, ഞാനത് അനുഭവിച്ചു, ഞാനത് നിങ്ങളുമായി പങ്കുവെക്കുന്നു. എന്തിനാ പങ്കുവെച്ചത്? നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് യോഹന്നാൻ ഇത് പങ്കുവെച്ചത്? 5 പ്രത്യേക കാരണങ്ങൾ യോഹന്നാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ആമുഖ ക്ലാസ്സിൽ 5 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞായിരുന്നു യോഹന്നാൻ ഈ ലേഖനം എഴുതാനുള്ള 5 കാരണങ്ങളായിട്ട്. അതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എന്തിനാണ് താൻ ഇത് എഴുതിയത്, അറിയിച്ചത് എന്നൊന്നുകൂടെ വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. 5 കാര്യങ്ങൾ. ഒന്നാമത്, വൈ ഐ ആം ഷെയറിങ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തിനാ? ഒന്നാമത് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. 4-ാം വാക്യം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. രണ്ടാമത് പങ്കുവെക്കുന്നത് എന്തിനാ? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. മൂന്നാമത് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ 3-ാമത്തെ കാരണം നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. 4-ാമത്തെ കാരണം 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. 5-ാമത്തെ കാരണം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അവരറിയേണ്ടതിന്. 5-ന്റെ ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പോൾ 5 കാരണങ്ങളാണ് പങ്കുവയ്ക്കാൻ. നമുക്ക് ഈ 5 കാരണങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ. ദാറ്റ് വി മേ ഹാവ് ഫെലോഷിപ്പ്, ദാറ്റ് വി മേ ഹാവ് ജോയ്, ദാറ്റ് വി മേ നോട്ട് സിൻ, ദാറ്റ് വി മേ നോട്ട് ബി ഡിസീവ്ഡ്, ദാറ്റ് വി മേ നോ വി ആർ സേവ്ഡ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുവാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ, നിങ്ങളെ തെറ്റിക്കുന്നതിനെ ഓർത്ത് പറയുമ്പോൾ തെറ്റിപ്പോകാതിരിക്കുവാൻ, അതുപോലെ തന്നെ വിശ്വസിച്ച് നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നാം അറിയാൻ. ഈ 5 ലക്ഷ്യത്തോടു കൂടിയാണ് പങ്കുവെക്കൽ യോഹന്നാൻ നടത്തുന്നത്. ഈ 5 കാര്യങ്ങളും അല്പം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർക്കുക. ജീവൻ പ്രത്യക്ഷമായി, ഞങ്ങളത് അനുഭവിച്ചു, ഞങ്ങളത് പങ്കുവയ്ക്കുന്നു. പിടികിട്ടിയല്ലോ? 3 കാര്യങ്ങളും മനസ്സിലായല്ലോ? ജീവൻ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷമായി, യേശുവിനെ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു, അവനിൽ ഞങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചു, അത് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ആ കാരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.